സാർ, നമ്മുടെ തൊട്ടയൽപക്കത്ത് വോട്ടെടുപ്പ് നടക്കാൻ പോവാണ്. എനിക്ക് തോന്നുന്നു ഇന്നോ നാളെയോ ഒക്കെ ആയിട്ടാണ് കൊട്ടിക്കലാശം. തമിഴ്നാട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തമിഴ്നാട്ടിൽ ആര് ജയിക്കും ആര് തോൽക്കും, കേരളം പോലെ തന്നെ ഒരു കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്താൻ കഴിയാത്ത വണ്ണം തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം ഇളകി മറിഞ്ഞിരിക്കുന്നു, സങ്കീർണമായിരിക്കുന്നു. വിജയിൻ്റെ കടന്നുവരവ് വലിയൊരു ആശങ്ക രണ്ട് മുന്നണികൾക്കും സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് DMKയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്കും BJP AIDMK നേതൃത്വത്തിലുള്ള NDA മുന്നണിക്കും രണ്ടുപേരും വിജയപ്രതീക്ഷയുണ്ട്. പക്ഷേ ഈ വിജയ് കടന്നു വന്നിരിക്കുന്ന കേരളത്തിൽ BJP എങ്ങനെയാണോ രണ്ട് മുന്നണികൾക്കും വെല്ലുവിളിയായിരിക്കുന്നത്, അതുപോലെ തമിഴ്നാട്ടിൽ വിജയ് രണ്ട് മുന്നണികൾക്കും വെല്ലുവിളിയായിരിക്കുന്നു എന്നുള്ളതാണ് അവിടുന്ന് പൊതുവേ കിട്ടുന്നൊരിത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളത്, ഈ DMK പതിവില്ലാത്ത വണ്ണം വിജയിനെ മതം പറഞ്ഞ് ആക്രമിക്കുന്നുണ്ട്. വിജയ് ക്രിസ്ത്യാനിയാണ്, വിജയിൻ്റെ മുഴുവൻ പേര് എന്തുകൊണ്ട് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ AIDMKയോ BJPയോ അങ്ങനെ ഒരു ആക്രമണം വിജയിന് നേരെ നടത്തുന്നില്ല. അവർ കുറെ കൂടെ മാന്യത പുലർത്തുന്നുണ്ട്. DMK വളരെ മോശമായിട്ടാണ് വിജയിനെതിരെ ഇങ്ങനെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. എന്താണ് സാർ, തമിഴ്നാട്ടിൽ എന്താണ് സംഭവിക്കുക? ആരായിരിക്കും ഭരണത്തിൽ വരാൻ സാധ്യത? ഈ തമിഴ്നാടും പിന്നെ കേരളവുമായിട്ട് ഒരു സാദൃശ്യമുണ്ട്. അതായത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് തമിഴ്നാട്ടിൽ എപ്പോഴൊക്കെ DMK അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ കേരളത്തിൽ CPM അധികാരത്തിൽ വന്നിട്ടുണ്ട്, ഇടതുപക്ഷം. അവിടെ എപ്പോഴൊക്കെ AIDMK വന്നിട്ടുണ്ടോ ഇവിടെ കോൺഗ്രസ്. പഴയ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് ഒരു വലതുപക്ഷ ഇടതുപക്ഷ ഒരു കൃത്യമായ ഷിഫ്റ്റ് കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപോലെ സംഭവിച്ചിട്ടുള്ള രണ്ട് സംസ്ഥാനങ്ങൾ, അയൽ സംസ്ഥാനങ്ങളാണ്. പക്ഷെ പൊളിറ്റിക്കൽ കൾച്ചർ രണ്ടും ഇടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ സാർ. സാർ ഇത് പറഞ്ഞപ്പോൾ ഒരു രസകരമായ ഒരു പഴയ സംഭവം എനിക്ക് ഓർമ്മ വന്നു. 87 നയനാർ സർക്കാർ ഇവിടെ വന്നു. അന്ന് നമുക്ക് വെള്ളമില്ലാതെ ഇടുക്കിയിലൊക്കെ ഈ പവർ കട്ടൊക്കെ ഏർപ്പെടുത്തേണ്ടി വന്നു. അന്ന് തമിഴ്നാട്ടിലും വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ ഈ തമിഴ്നാട്ടിലുള്ളവരും കേരളത്തിലുള്ളവരും ഒരുപോലെ പ്രാർത്ഥിച്ച് ഭരണം പോണേ. അടുത്തത് അവിടെ ജയലളിത വന്നു, ഇവിടെ കോൺഗ്രസും വന്നു. അങ്ങനെ ഒരു പഴയ ഒരു ചരിത്രം കൂടിയുണ്ട്. അതായത് പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യമല്ല. അതെ പല പ്രാവശ്യം ഇത് എങ്ങനെ ഒരു ആകസ്മികതയാണ്. പക്ഷെ അത് സംഭവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ തമിഴ്നാട് പൊളിറ്റിക്സ് നമ്മൾ എടുത്താൽ തമിഴ്നാട്ടിലെ ഈ സിനിമയെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു തലമുറ, അതായത് MG രാമേന്ദ്രൻ്റെ ഞാൻ ആണയിട്ടാൽ അത് നടന്നു വിട്ടാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാടുന്ന ഒരു കാലഘട്ടം നിനത്തതേ മുടിപ്പവൻ്റെ കാലം കഴിഞ്ഞു. യഥാർത്ഥത്തിൽ MG രാമേന്ദ്രൻ നിനത്തതേ മുടിപ്പവൻ തന്നെയായിരുന്നു. കേരളത്തിൽ നിന്ന് പോയി അവിടെ താമസിച്ചു. അപ്പോൾ മലയാളിത്താൻ എന്ന് പറഞ്ഞ് കരുണാനിധി പരിഹസിച്ച ആളാണ് MG രാമേന്ദ്രൻ. അപ്പോഴാണ് പറഞ്ഞത് ഇയാൾ വന്നത് ആന്ധ്രയിൽ. അപ്പോഴാണ് കരുണാനിധി വായടച്ചത്. അപ്പോൾ അവസാനം കരുണാനിധി ഒരിക്കലും അദ്ദേഹം അസംബ്ലി വെച്ച് തന്നെ പറഞ്ഞു, എടോ എത്ര കാലം ഞാൻ ജീവിച്ചിരിക്കുന്നു, എത്ര കാലം മുഖ്യമന്ത്രിയായിട്ട് എനിക്ക് തുടരണം, അത്രയും കാലം ഞാൻ ഇവിടെ ഇരിക്കും, താൻ കുതിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞു. അത്ര ധൈര്യത്തോടാണ് MG രാമേന്ദ്രൻ പറഞ്ഞത്. കാരണം MG രാമേന്ദ്രന്റെ ജനപിന്തുണയിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. അത് ജനപിന്തുണ MG രാമേന്ദ്രൻ ഉണ്ടായത് MGR നേരത്തെ തന്നെ ആളുകളുടെ ഇടയിൽ പിന്നെ ആളുകൾക്ക് സഹായം ചെയ്യുന്ന ആളാണ്. അത് MGR രസികർ മണ്ഡലത്തിലൂടെ ഈ തമിഴ്നാട്ടിലെ പ്രത്യേകിച്ച് ചെന്നൈയിലെ മഴക്കാലമായി കഴിഞ്ഞാൽ എല്ലാ സൈക്കിൾ റിക്ഷക്കാരെ സൈക്കിൾ ചവിട്ടുന്ന ആളുകളാണ് അന്നത്തെ കാലം. ഓട്ടോ അവർക്കെല്ലാം റെയിൻകോട്ട് വാങ്ങിച്ചു കൊടുക്കും. നനയാതെ പോലെ ആരദ്ദേഹത്തിന് സഹായം തേടി വന്നാലും അദ്ദേഹം കണ്ണുമടച്ചവരെ സഹായിക്കും. വലിയ മനസ്സുള്ളൊരു മനുഷ്യനായിരുന്നു. അതിനോട് സാദൃശ്യപ്പെടുത്താൻ പറ്റുന്ന ഒരാൾ മലയാള സിനിമയിൽ പ്രേം നസീറാണ്. പ്രേം നസീർ പിന്നെ പൊളിറ്റിക്സിലോട്ട് വന്നെങ്കിലും പരാജയപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന് ഈ പൊളിറ്റിക്സ് വരിക എന്നുള്ള ലക്ഷ്യമായിരുന്നില്ല. മറിച്ച് ആര് തമിഴ്നാട്ടിൽ ചെന്ന് ബുദ്ധിമുട്ടിയാലും അവരെ സഹായിക്കും. ഇത്രയും നല്ലൊരു മനുഷ്യൻ, സിനിമാ താരം എന്ന് പറയാൻ ഒക്കത്തില്ല, അത്രയും നല്ലൊരു മനുഷ്യൻ നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല. അതാ വാസ്തവം. അദ്ദേഹത്തിന് അത്തരത്തിൽ അദ്ദേഹത്തെ എത്ര പേര് അനുസ്മരിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, മരം ചുറ്റി ഷീലയെ പ്രേമിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അങ്ങനെയൊന്നുമല്ല, ആളുകളെയൊക്കെ സ്നേഹിക്കുന്ന മനുഷ്യനായിരുന്നു. ഇവിടെ അത് ഞാൻ ആകസ്മികമായിട്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പം തമിഴ്നാട്ടിൽ ഈ രസികർ മണ്ഡലത്തിലൂടെ വരുമ്പോൾ MG രാമേന്ദ്രൻ അവിടെ ഒരു ഇമേജ് ഉണ്ട്. ഏത് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരാളാണ്. അത് അവർ അനുഭവിച്ചറിഞ്ഞൊരു കാര്യമാണ്. ഈ വിജയ് എന്ന് പറയുന്നത് ചുമ്മാ ഒരു തട്ടുപൊളിപ്പൻ സിനിമയിലെ കുറച്ച് ഡയലോഗുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അത്ര വലിയ അംഗീകാരം യഥാർത്ഥത്തിൽ അയക്കില്ല. അതിപ്പോൾ അയാൾ വരുമ്പോൾ ആൾ കൂടുന്നു എന്ന് പറഞ്ഞാൽ സിൽക്ക് സ്മിത ഒരു മീറ്റിങ്ങിന് അഭിസംബോധന ചെയ്യാൻ വന്നാൽ അവിടെ തെല്ലുണ്ടായ ആളുകൾ മരിച്ചു എന്ന് വരാം. കാണാൻ പോവില്ലേ? ഇലക്ഷൻ നിന്നാലോ? ഇതേ MG രാമേന്ദ്രൻ്റെ ഈ രാഷ്ട്രീയത്തിൽ പോകുന്ന കണ്ടുകൊണ്ട് ശിവാജി ഗണേശൻ ഇറങ്ങി, അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി, പരാജയമായില്ല. പിന്നെ വിജയകാന്ത് ഇറങ്ങിയെങ്കിലും കുറച്ചൊക്കെ പിടിച്ചു നിന്നതിൻ്റെ കാര്യം ജയലളിതയുടെ സപ്പോർട്ടുള്ളതാണ്. അപ്പം കമലഹാസൻ
അത് ഉലക നായകനല്ലേ. ഇപ്പൊ സത്യത്തിന് ഇപ്പൊ പിന്നെ അയാൾ ജീവിക്കുന്നത് സ്റ്റാലിൻ കൊടുക്കുന്ന ടിപ്പ് കൊണ്ട് ജീവിക്കുന്നവനാണ് അയാൾ. അപ്പം അത് തീർന്നില്ലേ? സ്റ്റാലിനെ എതിർത്തു, സ്റ്റാലിൻ്റെ അഴിമതി എതിർത്തിരുന്നവൻ സ്റ്റാലിൻ കൊടുത്തിരിക്കുന്ന ദാക്ഷിണ്യത്തിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ കമലഹാസൻ എന്ന് പറയുന്നത് എന്ത് ഉലകനായകന്? ഒരു കുന്തവും ഇല്ല. ഉലകനായകൻ എന്നല്ല, ഉലക്കനായകൻ എന്ന് പറയേണ്ട അവസ്ഥ. തീർന്നല്ലോ, അയാൾ തന്നെ ഒന്നും തോറ്റില്ലേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സിനിമയിൽ ഏറ്റവും വലിയ സ്വാധീനം വിജയേക്കാൾ വലിയ നടനല്ലേ കമലഹാസൻ. ആസ് ആൻ ആക്ടർ നല്ല വലിയ ഗംഭീരമായ ഒരു ആക്ടർ തന്നെയാണ്. പക്ഷേ ഈ അദ്ദേഹത്തിന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ വിജയ് ഒരു വണ്ടിയിൽ അവിടെ പോവുക, സൈക്കിൾ ചവിട്ടുക, സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ആരാണ്ട് കുറച്ച് പൂ എറിഞ്ഞപ്പോഴേ ഇറങ്ങി സൈക്കിളിൽ നിന്ന് ഇറങ്ങി മനസ്സിലായി ആയിരക്കണക്കിന് ആളുകളെ അടിച്ചു വീഴ്ത്തുന്ന ഇവൻ്റെ ഈ നായകൻ്റെ ഭീരുത്വം യഥാർത്ഥ ജീവിതത്തിൽ അയാൾ തന്നെ തെളിയിച്ചില്ലേ. ഇത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ്, വിഷ്വൽ മീഡിയയുടെ കാലഘട്ടമാണ്. അവരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കണം. രണ്ടാമത്തെ കാര്യം, പഴയ കാലത്ത് തമിഴ് മാത്രം പഠിച്ചിരുന്ന കുട്ടികളുടെ ഒരു കാലഘട്ടം കഴിഞ്ഞു. ഇന്ന് ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ നന്നായിട്ട് സംസാരിക്കുന്ന ചെറുപ്പക്കാര് തമിഴ്നാട്ടിൽ ധാരാളമുണ്ട്. ഹിന്ദി വിരോധം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്റ്റാലിൻ്റെ ചെപ്പടി വിദ്യയൊന്നും തമിഴ്നാട്ടിൽ നടക്കില്ല. കാരണം ഹിന്ദി പഠിച്ചെങ്കിലേ വെളിയിൽ പോകാനൊക്കെ ജീവിക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഹിന്ദി പഠിക്കും. ഹിന്ദി പഠിക്കുന്നുണ്ട്. വിജയ് നടന്ന സ്കൂളുകളിൽ ഹിന്ദി പഠിക്കുന്നുണ്ട്. സ്റ്റാലിൻ്റെ ബന്ധുക്കൾ നടന്ന സ്കൂളിൽ ഹിന്ദി പഠിക്കുന്നുണ്ട്. അവൻ്റെയൊക്കെ മക്കളൊക്കെ ഹിന്ദിയൊക്കെ പഠിച്ച് എവിടെയെങ്കിലുമൊക്കെ പോയി രക്ഷപ്പെടും. സാധാരണ തമിഴിന് ഇത് പഠിക്കരുതെന്ന് പറഞ്ഞാൽ അവരെ ചതിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. പിന്നെ രണ്ട്, ഇവരിപ്പോൾ എന്നോട് പിന്നെ പ്രശാന്ത് പറഞ്ഞത് വിജയെ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് DMK അങ്ങനെ ഒരു വലിയ വളരെ താറടിച്ചാണ്. പക്ഷേ ഇതേ DMK അല്ലേ തിരുപ്പുറം കുன்றത്തില് പിന്നെ ദീപം തെളിയിക്കാൻ വൈമനസ്യം കാണിക്കുന്നത്, എതിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ DMKക്ക് സമനില തെറ്റിയിരിക്കുന്നു. ഒരുപോലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും എല്ലാം അവർ വെറുപ്പിക്കാൻ ശ്രമിക്കുന്നു. അതൊരു ഫാക്റ്റാണ്. പിന്നെ വിജയുടെ ഒരു പശ്ചാത്തലം നോക്കിയാൽ വിജയെ ഈ സിനിമാ രംഗത്ത് വന്നതിനും ഒക്കെ അതിൻ്റെ പിന്നിൽ കൃത്യമായി പ്ലാനിങ് ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ വിജയ് എന്തായാലും രംഗത്തേക്ക് ഇറങ്ങി. അപ്പോൾ വിജയ്ക്ക് ആകർഷിക്കാൻ കഴിയുന്ന ആരെയാണ്? അതായത് ഞാൻ ചോദിക്കുന്നത്, വിജയ്ക്ക് ആകർഷിക്കാൻ കഴിയുന്നത്, അതായത് ഈ രാജ്യം ഇന്ത്യ രക്ഷപ്പെടണം, ഇന്ത്യ വികസിക്കണം എന്നാഗ്രഹിക്കുന്ന അഭ്യസ്തവിദ്യരായ യുവാക്കളെ ആകർഷിക്കാൻ എന്താണ് അയക്ക് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. സിനിമയിലെ കുറേ ഗോഷ്ഠി കാണിക്കാനുണ്ട്, കുറേ പിന്നെ തിരക്കഥാകൃത്ത് എഴുതി കൊടുത്തിരിക്കുന്ന ഏതോ കുറേ ഡയലോഗ് പറയുന്നു, PR ഏജൻസികൾ കൊടുക്കുന്ന അത് പറയുന്നുള്ള ലൈക്ക് അതിന് പുറത്ത് ഒരു കാര്യമില്ല. അപ്പം വിജയെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എലീറ്റ് ആയിട്ടുള്ള, അതാ ഞാൻ പറഞ്ഞത്, രാജ്യത്തെ വികസനം സ്വപ്നം കാണുന്ന ഒരു തലമുറയെ ആകർഷിക്കാൻ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ സിനിമ കാണാം, ഒരു ഐഡിയ മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല. ഒന്നുമില്ല, അയാളൊന്നും പറയുന്നില്ലല്ലോ. അയാൾ എന്തൊക്കെ പുലമ്പിക്കൊണ്ടിരിക്കും, പറയുകയല്ലല്ലോ. അതാണ് അയാളുടെ ഒരു സ്ഥിതി. ഇനിയും DMKയിലേക്ക് പോയാൽ DMKയുടെ ഒരു സ്ഥിതി എന്ന് വെച്ചാൽ, ഈ ലോകത്ത്, ഇന്ത്യ എന്ന് പറയാൻ ലോകത്തിൽ ഇത്രയും അഴിമതി നിറഞ്ഞൊരു പാർട്ടിയില്ല. 2G സ്പെക്ട്രം അഴിമതി, അയ്യോ കന്നിമൊഴിയുടെ പെങ്ങളല്ലേ, കന്നിമൊഴിയുടെ രാജായുടെ ഒക്കെ കൂടെ അഴിമതി ഇട്ട അവസാനം സുപ്രീം കോടതി ജഡ്ജി ചോദിച്ചില്ല എത്ര പൂജ്യം ഇടണ്ടേന്ന്. പൂജ്യം ഇട്ടിട്ടിട്ടിട്ട് അവർ മടുത്തു. അതാ ലോകത്തിലെ ഏറ്റവും വലിയ ഭർത്താവ് ഉൾപ്പെടെയുള്ളവർ ആരോപണ വിധേയരായി. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണ് ഈ 2G സ്പെക്ട്രം. അത് നടത്തിയൊരു പാർട്ടിയല്ലേ അവരുടെ പാർട്ടി. പക്ഷെ എന്തുകൊണ്ടോ ഈ DMK കാണിക്കുന്ന അഴിമതിയെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ് താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്ര ഇതുപോലെ അഴിമതി നിറഞ്ഞൊരു സംസ്ഥാനം ഇന്ത്യ വേറെ ഒന്നുമില്ല, ഈ തമിഴ്നാട് പോലെ. അത്ര അഴിമതിയാണ് അവിടെ. എന്തായാലും ഈ അഴിമതിയുടെ ദുര്യോഗം അനുഭവിക്കേണ്ടി വരുന്ന എപ്പോഴും പാവപ്പെട്ടവരാണ്. പാവപ്പെട്ടവനാണ്. അവിടെ ഒരു മന്ത്രിക്ക് സ്വകാര്യമായ പിന്നെ ഫോറിൻ ലിക്വർ ഷോപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്പരില്ല. ഈ അറാക്കൊക്കെ വിൽക്കുന്ന കടകൾ, മദ്യം വിൽക്കുന്ന കടകൾ, അത് ഗവൺമെൻറ് ലേലം ചെയ്ത കടയുണ്ട്, ഒപ്പം ലേലം ചെയ്യാതെയും കട കൊടുക്കുന്നുണ്ട്. ആ കടയിലെ വരുമാനം മുഴുവൻ ഇയാൾക്കായിരുന്നു, ഈ മന്ത്രിയുടെ അക്കൗണ്ടിലേക്ക്. മന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാലിന് വേണ്ടിയാണല്ലോ ചെയ്യുന്നത്. ദിവസം കോടിക്കണക്കിന് രൂപയുടെ വരുമാനം. അപ്പം ഇങ്ങനെ അഴിമതി നിറഞ്ഞ ഒരു ഗവൺമെൻറ്റാണ് അവിടെ ഉള്ളത്. അപ്പം ആ ഒരു ഗവൺമെൻറ്റിനെ നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് തമിഴന്മാർ. അപ്പം തമിഴന്മാർക്ക് പ്രതീക്ഷ കൊടുക്കത്തക്ക വിധത്തിൽ തമിഴന്മാരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു മുന്നണി അവിടെ ഇല്ല. ഒന്ന് പിന്നെ സ്റ്റാലിനാണ്, അഴിമതി റെക്കോർഡ് ഭരിച്ച സ്റ്റാലിൻ. മറ്റൊന്ന് ഈ സിനിമയിൽ ഈ ഡയലോഗും പറഞ്ഞു നടക്കുന്ന ഈ ചെറുപ്പക്കാരൻ വിജയ്. അപ്പുറത്താര എടപ്പാടി പളനിസ്വാമി, ADMK. ഈ സ്റ്റാലിനെ പോലെ തന്നെ കറക്റ്റാണ് അയാളും.
അയാൾക്ക് അവസരം കിട്ടാഞ്ഞുകൊണ്ടാണ് സ്റ്റാലിൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാഞ്ഞത്. അയാൾക്ക് അവസരം കിട്ടിയാൽ അയാൾ ചെയ്തേനായിരുന്നു. പിന്നെ പനീർസെൽവം ഒരു പാവം ഉണ്ടായിരുന്നു, അയാൾ DMK കണ്ടു പോയി ചേർന്നു. അപ്പോൾ ADMK പഴയ പോലെ അല്ല. അപ്പോൾ തമിഴിൻ്റെ മുന്നിൽ ഒരു ഓപ്ഷൻ ഇല്ല. ആർ കൂട്ടിയണമെന്ന് തമിഴിന് അറിയില്ല. ഈ കൺഫ്യൂഷനാണ് തമിഴൻ നിൽക്കുന്നത്. നല്ലൊരു ഗവൺമെൻറ് വേണം എന്ന്, അഴിമതിരഹിതമായൊരു ഗവൺമെൻറ് വേണം എന്ന് ആഗ്രഹിക്കുന്ന തമിഴൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ തമിഴ് യുവാക്കളുടെ മുന്നിൽ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയും എന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഒരു മുന്നണി യഥാർത്ഥത്തിൽ അവിടെ ഇല്ല. ഒരു യുവ നേതാവില്ല. പിന്നെ ഇപ്പോൾ ശതമാനം വെച്ച് നോക്കാമെങ്കിൽ ADMK 30% വോട്ട് അവിടെ ഉണ്ട്, 15% പിന്നെ BJPയുടെ വോട്ടുണ്ട്. BJP അവിടെ പട്ടാളി മക്കൾ കക്ഷി അങ്ങനെയുള്ള ചില ഉണ്ട്. അപ്പൊ അതൊക്കെ എല്ലാം ജാതിയുടെ പേരില്ലേ. അപ്പൊ ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ BJP അവിടെ സാവധാനം വളരുന്നുണ്ട്. BJP വളരാൻ കാരണം യഥാർത്ഥത്തിൽ അണ്ണാമലയുടെ വരവാണ്. അണ്ണാമലയാണ് തമിഴിലെ ചെറുപ്പക്കാർക്ക് സ്വപ്നങ്ങൾ കൊടുത്ത, സ്വപ്നം കാണാൻ അവരെ പ്രേരിപ്പിച്ച ഏക നേതാവ് അണ്ണാമലയാണ്. പക്ഷെ അണ്ണാമല ഇപ്പോൾ ചിത്രത്തിൽ ഡൗൺ ആയി നിൽക്കുകയാണ്. അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിട്ടാണല്ലോ ഈ DMK സഖ്യം ഉണ്ടാക്കി. പിന്നെ നയനാർ നാഗേന്ദ്രൻ അയാളാണല്ലോ ഇപ്പോഴത്തെ നേതാവ് BJP. നയനാർ നാഗേന്ദ്രനൊന്നും പിന്നെ ജനങ്ങളെ പ്രതീക്ഷിപ്പിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ആളല്ല. പിന്നെ അയാളുടെ അവിടെ നേതാവായിട്ടിരിക്കുന്ന അയാളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ജയിച്ച MLA ആവും. അതിനപ്പുറത്തേക്ക് പുള്ളിക്ക് വേറൊന്നും ചെയ്യാനില്ല. ചെയ്യാനുള്ളത് അണ്ണാമലയ്ക്കാണ്. ഞാൻ പറഞ്ഞത് തമിഴ്നാട്ടിലെ പുതിയ യുവാക്കളെ, പുതിയ തലമുറയെ, ആ പുതുതലമുറയ്ക്ക് പ്രതീക്ഷ കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ അവർ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ഒന്നും ഇന്ന് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്തില്ല. അഴിമതിയുടെ കാര്യത്തിൽ റെക്കോർഡ് സൃഷ്ടിച്ച കുറേ ആളുകൾ, അതിനപ്പുറം മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തമിഴ്നാട് പൊളിറ്റിക്സ് ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, ഈ സന്നിഗ്ധ ഘട്ടം ഇപ്പോൾ തമിഴ്നാട്ടിലിരിക്കുന്ന ഇതിലെ കയോസ് ആൻഡ് കൺഫ്യൂഷൻ അതൊരു വല്ലാത്ത സ്ഥിതിയിലാണ്. തമിഴ് വോട്ടർ വല്ലാത്ത സ്ഥിതിയിലാണ്. അവർക്കൊരു മാറ്റം വരും. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചില കാര്യങ്ങൾ നെല്ലും പതിരും തിരിച്ചറിയും. അവിടെയും തീർച്ചയായിട്ടും BJPക്ക് ഒരു ചാൻസ് ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നരേന്ദ്രമോദി കൊണ്ടുവന്ന വികസന പരിപാടികൾ നമ്പർ 1. അതുപോലെ തന്നെ ചെന്നൈയിൽ നിന്നും നേരെ പിന്നെ അയോധ്യയിലേക്ക് അവർ പണി തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ ഒരു IT കോറിഡോർ, IT കോറിഡോർ, കൾച്ചറൽ കോറിഡോർ, ഇത് രണ്ടുമുണ്ട്. തമിഴും സംസ്കൃതവുമായിട്ടുള്ള ബന്ധം വികസിപ്പിച്ചെടുക്കാൻ അവർ നടത്തുന്ന സാംസ്കാരികമായ ശ്രമങ്ങൾ. പിന്നെ ഒപ്പം RSS വളരെ ശക്തമായി തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ നന്നായിട്ട് അവിടുത്തെ ഇൻ്റലക്ച്വൽസിൻ്റെ മധ്യവർഗത്തിൻ്റെ ഇടയിൽ RSS നമ്മളെ പുറമേ കാണുന്നില്ലെന്നേ ഉള്ളൂ, വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അത്തരം ചില പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം BJPക്ക് ഒരു അവസരം നാളത്തെ രാഷ്ട്രീയത്തിൽ കൊടുക്കും. കാരണം അതും തകർന്നുകൊണ്ടിരിക്കുകയാണ് DMK. സ്റ്റാലിൻ്റെ കാലത്തോടുകൂടി അത് തകർന്നു പോകും. പിന്നെ ADMKക്ക് ഒരു നേതാവില്ലല്ലോ. എടപ്പാടി പളനിസ്വാമി ഒന്നൊരു നേതാവല്ല, ഒരു താൽക്കാലിക ആശ്വാസം മാത്രമേ ഉള്ളൂ. പിന്നെ കോൺഗ്രസ് എന്നെ അന്തരിച്ചു കഴിഞ്ഞു. പിന്നെ ഇടതുപക്ഷത്തിൻ്റെ കാര്യം പറയും വേണ്ട. ഈ സ്റ്റാലിൻ കൊടുക്കുന്ന ടിപ്പ് കഴിച്ച് ജീവിക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് അപ്പുറത്ത് അവർക്കൊന്നും അവിടെ ചെയ്യാനില്ല. എന്തായാലും ശരി, തമിഴ്നാട് പൊളിറ്റിക്സിനെ ഇന്നല്ലെങ്കിൽ നാളെ നിയന്ത്രിക്കാനുള്ള ഒരവസരം BJPക്ക് ഇവരെല്ലാം കൂടെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. BJP സ്വയം ഉണ്ടാക്കിയതല്ല, ഇവരെല്ലാം കൂടെ കൊണ്ടു കൊടുത്താണ്. നല്ലൊരു ശക്തമായൊരു പിന്നെ പാർട്ടി പിന്നെ തമിഴ് പാർട്ടിയോടുണ്ടെങ്കിൽ അത് തകർത്തുകൊണ്ട് മുന്നോട്ട് കയറി വരിക എളുപ്പമല്ല അത്ര. പക്ഷെ അങ്ങനൊന്ന് ഇല്ല, അനുദിനം ദുർബലമാകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തമിഴ്നാട് തെരഞ്ഞെടുപ്പ് ഒരു വഴിത്തിരിവായിരിക്കും. ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളതിനേക്കാൾ ഭാവിയിലേക്കുള്ള ഒരു വഴിത്തിരിവായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.